സമൂഹ മാധ്യമങ്ങൾക്കെന്നുള്ള പ്രാധാന്യം നമുക്ക് അവഗണിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. എന്താണ് സമൂഹ മാധ്യമങ്ങൾ സ്ത്രീകളോട് ചെയ്യുന്നത്? എങ്ങനെയാണ് സ്ത്രീകൾ സമൂഹ മാധ്യമത്തെ ഉപയോഗിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളും സ്ത്രീകളും എന്ന വിഷയം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീമതി ഷാഹിദ കമാൽ, വനിതാ കമ്മീഷൻ അംഗം. സ്വാഗതം മാഡം. ഞാനാണ് സ്ത്രീയിലേക്ക്. ശ്രീമതി ഷീല രാഹുൽ, സാമൂഹ്യ പ്രവർത്തക. സ്വാഗതം മാഡം ഈ പരിപാടിയിലേക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് മേധാവി ഡോക്ടർ മീന ടി പിള്ളെ. സ്വാഗതം മാഡം. അഡ്വക്കേറ്റ് ജിജ ജെയിംസ്, അഭിഭാഷക, സാമൂഹ്യ പ്രവർത്തക. സ്വാഗതം മാഡം ഈ ഷോയിലേക്ക്. അധ്യാപികയും എഴുത്തുകാരിയുമായ ശ്രീമതി VS ബിന്ദു. സ്വാഗതം മാഡം. മാഡത്തിൻ്റെ കരിയറിലുടനീളം സ്ത്രീകളും അവരുടെ വിഷയങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളുമായി അടുത്തിടപെടുന്ന വ്യക്തിയാണ്. അതിൽ രണ്ട് കാലഘട്ടമായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് ന്യൂ ഏജ് സോഷ്യൽ മീഡിയയിലേക്ക് ആക്സസ് കിട്ടിയതിന് ശേഷവും അതിനു മുമ്പും. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ, ഈ ഒരു ഇൻ്റർനെറ്റ് ഏജ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം സ്ത്രീകളുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് കാര്യങ്ങൾ. ഇപ്പം ഞാൻ വനിതാ കമ്മീഷനിൽ വന്നതിന് ശേഷം 5 മാസം കഴിഞ്ഞു. കമ്മീഷനിൽ വരുന്നതിൽ ഒരു 60% കേസുകളും പരിശോധിക്കപ്പെട്ടാൽ അതിൻ്റെ പിന്നിൽ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു ദുരുപയോഗം ഉണ്ട്. കുടുംബങ്ങളിലായാലും വിദ്യാർത്ഥികൾക്കിടയിലായാലും അത്തരം ഒരു കേസ് കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് മുന്നിലുള്ള ഏത് സംവിധാനങ്ങളും നമുക്ക് അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ഗുണഫലങ്ങളിൽ എത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. പലപ്പോഴും ഈ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ, അതായത് ഒരു 50 വയസ്സിന് പുറത്തുള്ള സ്ത്രീകൾ പലപ്പോഴും അവർക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാതെ ചില അബദ്ധങ്ങൾ പറ്റിയും ധാരാളം പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടുവരുന്നത് 1 സാമ്പത്തിക തട്ടിപ്പ്, 2 ശാരീരികമായ ചൂഷണം. മിസ് കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ വരുന്നു, തിരിച്ച് ഇവർ അറിഞ്ഞോ, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് മറുപടി കൊടുക്കുന്നു, ചിലർ അറിയാതെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. അത് പിന്നീട് തുടർന്നൊരു സൗഹൃദമായി മാറുന്നു. ഒരിക്കൽ പോലെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഫേസ് കാണാത്ത ഒന്നാണ് ഫേസ്ബുക്ക്. 2 വ്യക്തികളുടെ ഫേസ് കാണാതെ മനുഷ്യർ തമ്മിൽ അടുക്കുന്ന ഒരു മീഡിയയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. നമ്മൾ പഴയ ആളുകൾ പറയും, ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവരുടെ കണ്ണുകളിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അവരെ ഒന്ന് മനസ്സിലാക്കാൻ അല്ലേ ഒന്ന് കഴിയും. പക്ഷെ ഒരിക്കൽ പോലും മുഖം കണ്ടിട്ടില്ലാത്ത 2 വ്യക്തികൾ തമ്മിൽ അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചത്, സ്ത്രീകൾ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം അവരുമായിട്ട് നിരന്തരം ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ സകലതും തുറന്നു പറയുകയാണ്. ചിലപ്പം വീട്ടിലെ ഭർത്താവുമായിട്ട് ചിലപ്പം പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ വ്യക്തികളോട് തുറന്നു പറയുകയാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആൾ ഏത് തരക്കാരനാണ്, ഏത് സ്വഭാവക്കാരനാണ്, അയാൾ ഏത് ഉദ്ദേശത്തിലാണ് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത്, ഇതൊന്നും അറിയാതെ നമ്മളെല്ലാം തുറന്നു പറയുകയാണ്. അപ്പം നമ്മളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അയാൾ നമ്മളെ ഇരയായി കാണുന്നത്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചൂഷണം. അപ്പോൾ ഇത്തരത്തിൽ ആളുകളുമായിട്ട് സൗഹൃദം കൂടുകയും കുറച്ച് കഴിയുമ്പം പിന്നീട് ഫോട്ടോസ് ചോദിക്കുന്നു. അപ്പോൾ ഫോട്ടോ ചിലപ്പോൾ നോർമൽ ഫോട്ടോ തന്നെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത്, ആ ഫോട്ടോ മോർഫ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായിട്ടൊന്നും വലിയ പരിചയമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള ചതിക്കുഴിയൊന്നും മനസ്സിലാക്കാത്ത വീട്ടമ്മമാരായ സ്ത്രീകൾ, അവരിത് കാണുമ്പോൾ അവർ ഭയപ്പെടുകയാണ്. ഭയപ്പെട്ടിട്ട് പിന്നീട് അവരെ ഇങ്ങനെ പണത്തിന് വേണ്ടി അവരെ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. അവസാനം പൈസ കൊടുത്ത് അവർക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ പലരും, ചിലരൊക്കെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ അവസാനം ഇത് ആരോട് പറയും, എവിടെ അവതരിപ്പിക്കും, അവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ ആശങ്ക. പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറ്റില്ല. നമുക്കറിയാം, പോലീസ് സ്റ്റേഷനൊക്കെ നമ്മൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്, സ്ത്രീ സൗഹൃദ പോലീസ് സ്റ്റേഷനാണെന്നൊക്കെ പറയുന്നെങ്കിലും പോലീസ് സ്റ്റേഷനുകളൊക്കെ ഇന്നും ഇത്തരത്തിലൊരു വിഷയം സമൂഹത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങളിലേക്കോ എത്തിക്കാനായിട്ട് സ്ത്രീകൾ മടിച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് അവരിൽ നിന്ന് പറ്റിയ അബദ്ധമാണെങ്കിൽ അവരത് പറയാൻ മടിക്കുന്നുണ്ട്. അതിനകത്ത് ഏജ് വ്യത്യാസമൊന്നുമില്ല. അതിപ്പം കോളേജ് കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ മിഡിൽ ഏജിൽപ്പെട്ട കുടുംബിനികളായിരിക്കാം. ഉദ്യോഗസ്ഥകൾ പോലും അത്തരത്തിൽ വീഴുന്നുണ്ടോ എന്നുള്ളത് വലിയ നമ്മൾ ഗൗരവത്തോട് കാണണം. ഈ അടുത്ത സമയത്ത് എനിക്ക് പേര് പറയാൻ പറ്റില്ല, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ
വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാവുകയും അവർ വനിതാ കമ്മീഷൻ വന്നതിന് ശേഷം അവർ വന്ന് അവരുടെ ഡ്രസ്സ് മാറ്റിയപ്പോൾ അവരുടെ ശരീരം ആസകലം സിഗരറ്റ് കുത്തിവെച്ച് പൊള്ളിച്ച് ഒരവസ്ഥയിലാണ് അവർ കമ്മീഷൻ്റെ മുന്നിൽ വന്നത്. എന്ന് വെച്ചാൽ ആദ്യം ഇവരുമായിട്ട് നല്ല സൗഹൃദം കൂടി, പിന്നീട് ഇവർ തമ്മിൽ കാണുകയുണ്ട്, ഇവരൊരുമിച്ച് യാത്ര ചെയ്തു, മാക്സിമം ഇവരിൽ നിന്ന് കിട്ടാവുന്ന അത്രയും സാമ്പത്തികം കരസ്ഥമാക്കിയ ശേഷം പിന്നീട് വീണ്ടും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരിൽ നിന്ന് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ശ്രമം നടത്തി. അവസാനം അത് ശാരീരികമായ ഉപദ്രവത്തിലേക്ക് കടന്നപ്പോൾ ഇനി മറ്റൊരു മാർഗവുമില്ല എന്ന് കണ്ടപ്പോഴാണ് അവസാനം അവർ വനിതാ കമ്മീഷനിൽ വന്നത്. വനിതാ കമ്മീഷൻ അപ്പം തന്നെ അതിന് കേസെടുക്കുകയും വളരെ ഗൗരവമായി തന്നെ ആ വിഷയം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പലരും ഇത് എവിടെ പോകണം, ആരെടുത്ത് പോകണം, ഇത് ആരോട് തുറന്ന് പറയും, അത് വലിയൊരു ആശങ്കയാണ് സ്ത്രീകളിൽ ഉണ്ടാക്കുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു നേരത്തെ പോകാൻ പാടില്ല. ഇപ്പം പിന്നെ വനിതാ കമ്മീഷൻ ഞങ്ങളിപ്പം നേരത്തെ ആളുകൾ പരാതിയുമായിട്ട് കമ്മീഷനിലേക്ക് വരുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പം കമ്മീഷൻ ജനങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ കുറച്ചുകൂടി കമ്മീഷനെ ജനകീയമാക്കി. കാരണം സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വരാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി അല്ലെങ്കിൽ ഒരു അർദ്ധ ജുഡീഷ്യറി സ്ഥാപനമായി വനിതാ കമ്മീഷൻ ഞങ്ങൾ കുറച്ച് ജനകീയമാക്കി.